10th ക്ലാസ്സിലെ നെക്സ്റ്റ് ലെസൺ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നുള്ള സ്റ്റോറി. വൈക്കം മുഹമ്മദ് ബഷീർ, ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഹൂ ഈസ് എ ട്രൂ ലവർ. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ് സ്റ്റോറി എഴുതിയിട്ടുള്ള മലയാളത്തിലെ സ്റ്റോറിയാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വി അബ്ദുള്ള എന്നുള്ള റൈറ്ററാണ്. ബഷീറിനെ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് എന്ന് വിളിച്ചിരുന്നു. കാരണം പ്രകൃതി എത്രമേലെ സ്നേഹിച്ചിരുന്നൊരു റൈറ്ററാണ് ബഷീർ. പോരാണ്ട് ബഷീറിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഏകദേശം നേച്ചർ റിലേറ്റഡ് ആയിട്ടും നേച്ചറത്തെ ക്രീച്ചേഴ്സും ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ടൈറ്റിൽ എന്താണെന്നും റൈറ്റർ ആരാണെന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കാണുന്ന ഈ സ്റ്റോറിയിൽ ഡയലോഗോടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഹോമിയോപാത്ത് എന്നുള്ളൊരു ആളാണ് ഇതിലത്തെ മെയിൻ കഥാപാത്രം, പ്രൊട്ടഗോണിസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ മെയിൻ കഥാപാത്രമായിട്ടുള്ള ഹോമിയോപത്ത് ഡോക്ടർ കാലങ്ങൾക്ക് ശേഷം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പണ്ട് നടന്നിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്യണം. കാലങ്ങൾക്ക് മുമ്പേ എ സ്റ്റോറി വിതിൻ എ സ്റ്റോറി. ആ സ്റ്റോറി പറയണം. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എനി പാർട്ട് ഓഫ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാമ്പ് ചുറ്റി കയറിയതായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കഥ എങ്ങനെ പറയണം. ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. അപ്പോൾ സ്നേക്സിനെ പറ്റി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഹോമിയോപ്പതി ഡോക്ടർ പറയുന്നത്, നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പാമ്പ് വരിഞ്ഞ് ചുറ്റി കയറിയിട്ടുണ്ടോ? എന്നാൽ എനിക്കുണ്ടായിട്ടുണ്ട് പറഞ്ഞിട്ട് ആ ടെയിൽ വെച്ച സ്റ്റോറി, TALE ടെയിൽ സ്റ്റോറി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എന്താണ് സ്റ്റോറി? ഒരു സമ്മർ സീസണിൽ 10 മണിക്ക് രാത്രി ഞാൻ ആഹാരം കഴിച്ച റെസ്റ്റോറൻറ്റിലെത്തി. റൂമിൽ എത്തിക്കഴിഞ്ഞു കിടക്കാൻ വേണ്ടി. റിട്ടേൺ ടു മൈ റൂം. അവിടുന്ന് ഡോറ് തുറന്ന ഉടനെ എനിക്ക് മുകളിൽ നിന്ന് ശബ്ദം കേട്ടു. ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ഇത് മക്കൾ നോക്കണം, എന്ത് സൗണ്ടാണ് ഡോറ് തുറന്ന ഉടനെ കേട്ടത്? എനിക്ക് പരിചയമുള്ള ശബ്ദമാണ്. വൺ കുഡ് സേ ദാറ്റ്സ് റാറ്റ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. അപ്പോൾ ഈ കേട്ടിട്ടുള്ള ശബ്ദം എലികളുടെയാണ്. ഞാനും എലികളും റൂം ഷെയർ ചെയ്തിരുന്നു. എന്താ അതിൻ്റെ മീനിങ്? എൻ്റെ റൂമിൽ എലികളുണ്ടായിരുന്നു, അതാണ് മീനിങ്. I took out my box of matches and lightened the kerosene lamp on the table. അപ്പോൾ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ചു. കറണ്ട് ഇല്ലാത്ത വീടായിരിക്കണം. The house was not electrified. അത് മെയിൻ പോയിൻ്റാണ്. കറണ്ട് ഇല്ലാത്ത വീടാണ്, ചെറിയ വാടക വീടാണ്. I had just set up medical practice. ഞാനാണെങ്കിലോ ചെറിയൊരു മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ സമ്പാദ്യം വെറും തുച്ഛമായിരുന്നു, മിയറായിരുന്നു. എത്ര രൂപയായിരുന്നു? ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിൽ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് 60 രൂപയായിരുന്നു. അതിൻ്റെ കൂടെ സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, കുറച്ച് മുണ്ടും കുറച്ച് ഷർട്ടും. ഐ ഓൾസോ പൊസസ്ഡ് 1 solitary ബ്ലാക്ക് കോട്ട്. എൻ്റെ കയ്യിൽ പിന്നെ പറയുകയാണെങ്കിൽ സമ്പാദ്യം 60 രൂപ സ്യൂട്ട് കേസിൽ കൂടാണ്ട് ഷർട്ടും ധോത്തി മുണ്ടുകളും കൂടാണ്ട് എൻ്റെ കയ്യിൽ എന്തും കൂടിയുണ്ട്? ഒരു കറുത്ത ബ്ലാക്ക് കളർ സോളിറ്ററി ഒറ്റ കോട്ടേ എൻ്റെ കയ്യിലുള്ളൂ. വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. ഞാൻ ആ സമയത്ത്, ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് റൂമിലെത്തിയ സമയത്ത് ധരിച്ചിട്ടുള്ളത് ആ കോട്ടായിരുന്നു, നെറേറ്റർ പറയണം. എന്നിട്ട് ഞാനെൻ്റെ ഷർട്ട് ഊരി വെള്ള കളർ ഷർട്ട്, ബ്ലാക്ക് കളർ കോട്ടും വൈറ്റ് ഷർട്ടും ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത്. ആൻഡ് വൈറ്റ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, അത്രയൊന്നും നിറമില്ലാത്ത ബനിയനും ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ എന്തൊക്കെ ഇട്ടിരുന്നത്? ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട്, നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, അത്രയൊന്നും നിറമില്ലാത്ത പഴകി മഞ്ഞളിച്ചിട്ടുള്ള വെസ്റ്റാണ് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആൻഡ് ഹങ് ദ വെബ്. അപ്പോൾ ഇതൊക്കെ ഊരി ഞാൻ അവിടെ തൂക്കി. അവിടെ മക്കൾക്ക് കാണുന്നുണ്ടാവും, ഇതുണ്ടോ തൂക്കിയിട്ടത്. ഐ ഓപ്പൺഡ് ദ 2 windows ഇൻ ദ റൂം. റൂമിൽ കയറുന്ന വിൻഡോസൊക്കെ തുറന്നു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അപ്പോൾ ജനല തുറന്നും എനിക്ക് അപ്പുറത്ത് തൊടി കാണാൻ പറ്റും. എൻ്റെ വീട് എങ്ങനത്തെയാണ്? റെൻറ്റഡ് റൂം, ടൈൽഡ് റൂഫ് വെച്ച ഓട്ട് വീടാണ്. അതിൽ ഗ്യാബിൾസ് ഇട്ടുണ്ട്. ഇത് മക്കൾക്ക് കാണുന്നുണ്ടാവും, കണ്ടോ? ഗ്യാബിൾസ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബീമുകൾ ഇട്ടുണ്ടാവും. ഇറ്റ് ഹാഡ് ടൈൽഡ് റൂഫ് വിത്ത് സപ്പോർട്ടിംഗ് ഗ്യാബിൾസ് റെസ്റ്റ് ഓൺ ദ ബീം വേ ഓവർ ദ വാൾ. ദർ വാസ് നോ സീലിംഗ്. തട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഓട് ക്ലിയറാക്കി കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഈ എലികൾ അധികം ഓടുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നതാണ്. എലികൾ ഓടിക്കളിക്കും. എലികൾക്കുള്ള ട്രാഫിക്കാണ് ഈ ബീം. ഞാൻ രാത്രി റൂമിൽ നിന്ന് എത്തിയ ശേഷം മെയ്ഡ് ബൈ ബെഡ് വെച്ച് ബെഡൊക്കെ വിരിച്ചു.
എന്നിട്ട് അതിനെ ജനലിൻ്റെ അടുത്തേക്ക് കട്ടിൽ വലിച്ചിട്ടു. എന്നിട്ട് ഞാൻ കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അവിടെ നിന്ന് എണീറ്റു, വരാന്തയിൽ പോയിട്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി നിന്നു. പക്ഷേ ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. വിൻഡ് ഗോഡ് വിൻഡ് എന്താ? കാറ്റ് അല്ലേ? അപ്പോൾ വായു ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ടാവണം? സമയമില്ലാണ്ട് പോയിട്ടുണ്ടാവണം. ഹാവ് ടേക്കൺ ടൈം ഓഫ്. വായു ഭഗവാൻ എന്നോട് കരുണ കാണിച്ചിട്ടില്ല. എനിക്ക് എന്തില്ല? കാറ്റ് കിട്ടിയില്ല. ദർ വാസ് എ സീലിംഗ് ഓഫ് റെഗുലർ റാറ്റ്സ് ഫ്രം ദ ബീം. അപ്പോൾ ബീമിൽ റാറ്റ് എപ്പോഴും അതിഥിയെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ബെഡ് റെഡിയാക്കി ചുമരോരത്തേക്ക് വലിച്ചിട്ടു. കിടക്കാൻ നോക്കി, ഉറക്കം വന്നില്ല. ഞാൻ എണീറ്റു, വരാന്തയിൽ പോയിട്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ തീരുമാനിച്ചു. അതുമ്പോഴേക്കും ഒരു കനിവും ദൈവം വായു ഭഗവാൻ എന്നോട് കാണിച്ചില്ല. കാറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ എന്നിട്ട് തിരിച്ച് റൂമിൽ പോയി. ചെയറുണ്ടായിരുന്നു അവിടെ. ആ ചെയറിൻ്റെ അവിടെ ഇരുന്നു. എന്നിട്ട് അവിടെ ഒരു ബോക്സ് ഇട്ടിട്ടുണ്ട്. ബിനീത്ത് വെച്ചാൽ അണ്ടർ. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. അപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ട് രാത്രി ആ ടേബിളിൻ്റെ താഴെയുള്ള ചെയറിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ടുള്ള ബോക്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ബിനീത്ത് ദ ടേബിളിൻ്റെ അടിയിൽ നിന്ന് ബുക്ക് എടുത്തു. ആ ബോക്സിൽ നിന്ന്. അതെന്തായിരുന്നു ബുക്ക്? മക്കൾ ശ്രദ്ധിക്കണം. എന്താ ബുക്കിൻ്റെ പേര്? ദ മെറ്റീരിയ മെഡിക്ക. എന്താണ് ആളുടെ പ്രൊഫഷൻ? ഡോക്ടർ അല്ലേ? അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് ബുക്ക് വായിക്കാൻ തീരുമാനിച്ചു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ആൻഡ് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. ആ ടേബിളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. ടേബിളിൽ ഒരു വലിയ മിററും ഉണ്ട്, ഒരു ലാമ്പ് വളക്കും ഉണ്ട്, ഒരു കോമ്പ് ചീപ്പും ഉണ്ട്, തല ചീപ്പാനുള്ള മുടിയൊക്കെ ചീർപ്പാനുള്ള ചീപ്പും ഉണ്ട്. ആൻഡ് ലേ ബിസൈഡ് ദ മിറർ. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. ടേബിളിൻ്റെ കണ്ടോ? ലാമ്പ്, ലാർജ് മിറർ, പിന്നെ കോമ്പും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മെറ്റീരിയ മെഡിക്ക എന്നുള്ള ബുക്കും എടുത്തിട്ട് അവിടെ പോയിരുന്നു. എ സ്മോൾ കോം ലേ ബിസൈഡ് മീ. അപ്പോൾ കണ്ണാടി കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ തീരുമാനിക്കും അല്ലേ? നമ്മളുടെ സ്പീക്കറും, അതായത് പ്രോട്ടോഗോണിസ്റ്റായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടറും അത് ചെയ്തു. ഐ ടുക്ക് എ ലുക്ക്. ഞാൻ നേരെ കണ്ണാടിയിലേക്ക് നോക്കി. ഇത് നന്നായി ശ്രദ്ധിക്കേണ്ട പാരഗ്രാഫാണ്. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. അപ്പോൾ കല്യാണം കഴിയാത്ത ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി എൻ്റെ സൗന്ദര്യത്തെപ്പറ്റി ബോധവാനായിരുന്നു. ഞാനത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. എനിക്ക് കുറച്ചും കൂടി ഭംഗിയാവാൻ വേണ്ടി, ഹാൻസം ആവാൻ വേണ്ടി ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. ഭംഗിയാവാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഐ വാസ് അൺമാരിഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാനൊരു ഡോക്ടറാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അപ്പോൾ എൻ്റെ പ്രസൻസ് ഭംഗിയുള്ള എന്നെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം, എൻ്റെ വരവ് അല്ലെങ്കിൽ എൻ്റെ പ്രസൻസ്. അപ്പോൾ ഞാനതിനുള്ള തയ്യാറെടുപ്പിലായി. വാട്ട് ഡിഡ് ഐ ഡു? ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. അപ്പോൾ ശരിക്കും ഭംഗിയായിട്ട് വകയൊക്കെ എടുത്ത് വൃത്തിയായി ചീപ്പാൻ തുടങ്ങി. ആൻഡ് സോ ദാറ്റ് ഇറ്റ് ലുക്ക് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. എഗെയിൻ ഐ ഹേർഡ് ദ സൗണ്ട് ഫ്രം അബവ്. അപ്പോൾ ഞാൻ ഈ എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് പിന്നെയും ഞാൻ ആ ശബ്ദം കേട്ടു. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. അതെനിക്ക് സ്ഥിരമായിട്ട് ഈ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ഞാൻ അത്രയൊന്നും ശ്രദ്ധിക്കാൻ നിന്നില്ല. ഞാൻ വേഗം പിന്നെയും കുറച്ചും കൂടി മിററിൻ്റെ അടുത്തേക്ക് പോയിട്ട് ക്ലോസ് ലുക്കിൽ എൻ്റെ ഫേസ് ഒന്ന് നോക്കി. എന്നിട്ട് ഒരു ഡിസിഷൻ എടുത്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ക്വസ്റ്റ്യൻ എന്താ ഡിസിഷൻ? ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റേക്ക് ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ ഡെയിലി ഷേവ് ചെയ്യും, എന്നിട്ട് ചെറിയൊരു മീശ വളർത്തും. എന്തിനാ? ഹാൻസമായി കാണാൻ. കാരണം ഞാൻ ബാച്ചിലറാണ്, ഡോക്ടറാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് പറയണത് അല്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ബാച്ചിലറാണ്, ഡോക്ടറുമാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ ഉണ്ടാവണം? ഹാൻസമായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഡെയിലി ഷേവ് ചെയ്യും. പോരേണ്ട കുഞ്ഞു മീശയും കൂടി ഞാൻ വെക്കാൻ പാകത്തിൽ ഷേവ് ചെയ്ത് വെക്കും. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. നമ്മൾ സാധാരണ നമ്മളെ തന്നെ ആസ്വദിക്കും അല്ലേ? അപ്പോൾ അതേപോലെ മിററിലേക്ക് നോക്കുന്ന ഞാൻ സ്മൈൽ ചെയ്തു. ഇറ്റ് വാസ് എൻ അട്രാക്റ്റീവ് സ്മൈൽ. എന്ത് ഭംഗിയുള്ള സ്മൈലാണ്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ആണ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ നമ്മളുടെ ഹോമിയോപ്പതി ഡോക്ടർ എടുത്തതെന്ന് പബ്ലിക് എക്സാമിന് ചോദിക്കും. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. എന്ത് ഡിസിഷനാണ് എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ? ഏറ്റവും പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഇതെന്താ? ഐ വുഡ് ഓൾവേസ് കീപ് ദ അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കും, ചിരിച്ചുകൊണ്ട് നടക്കും. കാരണം
ടു ലുക്ക് മോർ ഹാൻസം. ഇങ്ങനെ ഗൗരവത്തെ പിടിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും എൻ്റെ സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട്. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് ഡോക്ടർ ടു ഓൺ ദ ടോപ്പ് ഓഫ് ഇറ്റ്. പോരാണ്ട് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ നടക്കണം? ഞാൻ ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ ഡോക്ടറുമാണ്. മൂന്നാമത്തെ പ്രാവശ്യം പറഞ്ഞു. പിന്നെ എനിക്ക് മുകളിൽ നിന്ന് ശബ്ദം കേട്ടു, അതേ ശബ്ദം. ഞാൻ എന്ത് ചെയ്തു? എണീറ്റ് ബീഡി വലിക്കാൻ തുടങ്ങി. ബീഡി ലിറ്റ് ദ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. അപ്പുറവും ഇപ്പുറവും റൂമിൻ്റെ അവിടെ ഉറക്കം വരാണ്ട് നടന്നു. എന്നിട്ട് എനിക്ക് അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. ആ രാത്രി ഉറക്കം വരാത്തതുകൊണ്ട് ഒരു ചിന്തയും കൂടി എനിക്ക് പോയി മനസ്സിൽ. നല്ല ചിന്തയായിരുന്നു. ഐ വുഡ് മാരി. ഞാൻ കല്യാണം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരിഡ് ടു എ വുമൺ ഡോക്ടർ. എന്നിട്ട് ഞാൻ ആരെ കല്യാണം കഴിക്കും? ഒരു ലേഡി ഡോക്ടറെ കല്യാണം കഴിക്കും. എങ്ങനെ ഉണ്ടാവണം? ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. നിറച്ച് പൈസ ഉണ്ടാവണം. നല്ല മെഡിക്കൽ പ്രാക്ടീസുള്ള കുട്ടിയും ആയിരിക്കണം. കാരണം ഷീ ഹാഡ് ടു ബി ഫാറ്റ്. ഇനി എന്ത് വേണം? കല്യാണം കഴിക്കുന്ന കുട്ടി ഡോക്ടറായിരിക്കണം, നിറച്ച് പൈസ ഉണ്ടാവണം, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉണ്ടാവണം. പോരാണ്ട് അവൾ തടിച്ചിരിക്കണം. എന്തിനാ തടിച്ചിരിക്കേണ്ടത്? വാലിഡ് റീസൺ ഉണ്ട്. വാലിഡ് റീസൺ. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, തടിച്ചിരിക്കുന്നതിന് എന്തിനാ വൈഫ് എന്തിനാ തടിച്ചിരിക്കണം പറഞ്ഞ റീസൺ ഉണ്ട്. കാരണം ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. ഞാൻ തെറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി ഓടിപ്പോയി കഴിഞ്ഞാൽ, തെറ്റ് ചെയ്ത് ഓടിപ്പോകുമ്പോൾ എൻ്റെ പിന്നാലെ ഓടി വരാൻ പറ്റാത്ത അത്രയും ലേഡി ആയിരിക്കണം. അപ്പോൾ തടിയുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല? സ്പീഡിൽ ഓടി വരാൻ പറ്റില്ല, അല്ലേ? ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു തമാശ രൂപത്തിൽ പറയണം കേട്ടോ. വിത്ത് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂംഡ് മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു. എന്തൊക്കെ ചിന്തിച്ചു? ഞാൻ എന്നും പുഞ്ചിരിച്ചിരിക്കും, ഞാൻ എന്നും ഷേവ് ചെയ്യും, പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്ന കുട്ടിയെ പറ്റിയിട്ടല്ലേ. അങ്ങനെ 3 കാര്യങ്ങൾ ആലോചിച്ചടയുന്നു. പിന്നെയും എനിക്ക് ശബ്ദം കേട്ടുമ്പോളെന്ന് പിന്നെ ഒരു റബ്ബർ ട്യൂബ് വന്ന് താഴെ വീണ പോലെ എന്തോ ഒരു സാധനമാണ്. സഡൻലി ദേർ കെയിം ഡൾ തഡ്. തഡ് എന്ന് വീണു ശബ്ദം. തഡ് വീണ ശബ്ദവും തഡ്, എഴുതിയിരിക്കുന്നതും തഡ്. ഓണമറ്റോപ്പിയ എന്നുള്ളതാണ്. അത് പിന്നെ നമുക്ക് പഠിക്കാം. തഡ്, റബ്ബർ ട്യൂബ് വീണ പോലെ തന്നെ എന്തോ ഒരു സാധനം വന്ന് വീണു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എലിയല്ലേ, എലിയായിരിക്കുന്നൊക്കെ വിചാരിച്ചു. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ റൗണ്ട് ടേക്ക് എ ലുക്ക്. ഞാൻ തിരിഞ്ഞ് നോക്കട്ടെ എന്താണെന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ നോ സൂണർ ഹാഡ് ഐ ടേൺഡ് ദെൻ എ ഫാറ്റ് സ്നേക്ക് ബ്രിഗിൾഡ് ഓവർ ദ ബാക്ക് ഓഫ് ദ ചെയർ ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ. തിരിയാൻ സമയം കിട്ടിയില്ല, അതുമ്പോഴേക്ക് വേഗം കയറി എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ കയറി. സ്നേക്ക്, വലിയ സ്നേക്ക് ലാൻഡിങ് ഓൺ മീ ആൻഡ് ടേണിങ് വെയർ സൈമൾട്ടേനിയസ്. പാമ്പ് വരവും ഞാൻ തിരിഞ്ഞു നോക്കലും ഒപ്പമായിപ്പോയി. ഐ ഡിഡൻ ജമ്പ്. എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ട്രംബിൾ ചെയ്തില്ല, വിറച്ചുമില്ല, കരഞ്ഞുമില്ല. കാരണം അതിനൊന്നിക്ക് സമയമില്ല. വാസ് നോ ടൈം ടു ഡു സച്ച് തിങ്. അല്ലാണ്ട് പേടിയില്ലാണ്ടല്ല, ഞാൻ ജമ്പ് ചെയ്തില്ല, ട്രംബിൾ ചെയ്തില്ല, ക്രൈ ചെയ്തില്ല. കാരണം ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് തിങ്. The snake slithered around my shoulder and coiled around my left arm above the elbow. പതുക്കെ എൻ്റെ ലെഫ്റ്റ് മുട്ടിൻ്റെ മുകളിൽ കൂടെ കയറി ആ ഇതിൻ്റെ അവിടെ, നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ മുറുകി നിന്നു. ഹുഡ് പത്തിയും വിടർത്തി 2, 3, 4 ഇഞ്ചിൽ 3 or 4 ഇഞ്ചസ്, ഇത് നോക്കണം, 3 or 4 ഇഞ്ചസ് എൻ്റെ ഫേസിൻ്റെ ദൂരത്ത് പിടിച്ചിട്ട് പത്തിയും വിടർത്തി എൻ്റെ മുഖത്തിന് നേരെ നിൽക്കണു വലിയൊരു പാമ്പ്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് ടു സേ മിയർലി ദാറ്റ് ഐ സാറ്റ് ഹോൾഡിങ് മൈ ബ്രെത്ത്. ഞാൻ ശ്വാസം പോലും വിടാണ്ട് ഇങ്ങനെ മുറുക്ക പിടിച്ചു നിന്നു. ഒരു കല്ലായിപ്പോയോ ഞാനെന്ന് വിചാരിച്ചു. ബട്ട് മൈ മൈൻഡ് വാസ് ആക്റ്റീവ്. മൈൻഡ് ആക്റ്റീവായിട്ട് ഞാൻ അനങ്ങാണ്ട് അവിടെ നിന്നു. കാരണം എൻ്റെ കൈൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ആരാ ചിറ്റിയിരിക്കണ? പാമ്പ്. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ഡാർക്ക്നെസ്. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. കറണ്ടും ഇല്ല, രാത്രിയാണ്, പുറമേ ഇരുട്ട്, ഉള്ളിലിരുട്ട് അല്ലേ. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദെയർ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഓഫ് ഫ്ലഷ്. അപ്പോൾ ശരിക്കും സ്റ്റോൺ ഇമേജ് പോലെ. പക്ഷെ ഞാൻ ഫ്ലഷ്, എനിക്ക് ജീവനുണ്ട്, ഞാൻ മെയ്ഡ് ഓഫ് ഫ്ലഷാണ്. പക്ഷെ ഞാൻ അനങ്ങാണ്ട് ഇങ്ങനെ ഒരു സ്റ്റോൺ ഇമേജ്. ഫ്ലഷ് മനുഷ്യൻ എങ്ങനെയാണോ സ്റ്റോണായിരിക്കുന്നത് അതുപോലെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുള്ള കെറസിൻ ലാമ്പിൻ്റെ മുമ്പിൽ ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴാണ് എനിക്ക് ദൈവത്തിനെ പറ്റിയിട്ടും പ്രകൃതിയെ പറ്റിയൊക്കെ ഓർമ്മ വന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ വലുതായിട്ട് ഓ ഗോഡ് ദൈവമേ എന്ന് എഴുതി വെച്ചു. എന്തിനാ? ദെയർ വാസ് സം പെയിൻ ഇൻ മൈ ലെഫ്റ്റ് ആം. ആ പാമ്പിങ്ങനെ വലിഞ്ഞു മുറുകുന്നതുകൊണ്ട് എൻ്റെ കൈ നല്ല വേദന ഉണ്ടായിരുന്നു.
ഏതുപോലെ ഉണ്ടായിരുന്നു? ലൈക്ക് തിക്ക് ലെഡൻ റോഡ്, കനം കൂടിയിട്ടുള്ള ലെഡൻ റോഡ്. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ്. നോ, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുമ്പ് ദണ്ട് പോലെയല്ല, പോരാ, പഴുത്ത ഇരുമ്പ് ദണ്ട് പോലെ എനിക്ക് തോന്നി. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. ആ പാമ്പ് എന്നെ വലിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കണം. ഇറ്റ് വാസ് ആസ് ഇഫ് എ തിക്ക് ലെഡൻ റോഡ് ഓർ എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. ആ പാമ്പാണ് എന്നെ ഒരു ലെഡൻ റോഡ് പോലെ, കനം കൂടിയിട്ടുള്ള ഒരു റോഡ് പോലെ, റോഡ് ദണ്ട്, ലെഡിൻ്റെ ദണ്ട് പോലെയോ തീ ഉരുക്കിയിട്ടുള്ള ഒരു സാധനമോ വന്ന് എൻ്റെ കയ്യെ ക്രഷ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് പാമ്പായിരുന്നു. ഡാം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. മുറുക്ക പിടിച്ചതുകൊണ്ട് എൻ്റെ കൈൻ്റെ ശക്തിയൊക്കെ പോവോ വിചാരിച്ചു. വാട്ട് കുഡ് ഐ ഡു? എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അത് കണ്ട പാമ്പ് ചിറ്റിയിരിക്കണം. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂമെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാൻ നനങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ പാമ്പ് കൊത്തും. ഡെത്ത് ലൂക്ക്ഡ് ഇഞ്ചസ് എവേ. ഡെത്ത്, മരണം എൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. ഞാൻ എന്ത് മരുന്നാണ് കഴിക്കുക അഥവാ പാമ്പെന്നെ കുത്തിക്കഴിഞ്ഞാൽ? ഇനി മക്കൾ ശ്രദ്ധിക്കണം, ദർ വാസ് നോ മെഡിസിൻസ് ഇൻ മൈ റൂം. എൻ്റെ റൂമിൽ മെഡിസിൻസ് ഇല്ല. ഞാൻ ആരാ? ഡോക്ടറാണ്. പക്ഷേ എൻ്റെ റൂമിൽ മെഡിസിൻ ഇല്ല. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അവൻ സ്വയം പറയണം, സ്വയം പരിഹസിക്കണം, ഞാൻ പുവറാണ്, ഫൂളിഷാണ്, വിഡ്ഢിയായിട്ടുള്ള ഡോക്ടറാണ്. ഐ ഫർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ ഉള്ളിൽ തന്നെ എന്നെപ്പറ്റി പരിഹസിച്ച് ചെറുതായിട്ട് ചിരിച്ചു. പക്ഷെ ഞാൻ അനങ്ങിയില്ല, എൻ്റെ കയ്യിൽ പാമ്പിരിക്കുകയല്ലേ ചുറ്റിയിട്ട്. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. ദൈവത്തിന് നല്ല ഇഷ്ടമായി. കാരണം ഞാൻ ഡോക്ടറായിട്ട് എൻ്റെ കയ്യിൽ മരുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിന് എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇഷ്ടമായി തോന്നുന്നു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. പാമ്പ് ഞാൻ അനങ്ങാണ്ടെന്നപ്പോൾ ശ്രദ്ധ തിരിഞ്ഞിട്ട് പാമ്പ് നേരെ തിരിഞ്ഞ് നോക്കിയത് എവിടേക്കാ? മിററിലേക്കാണോ തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ നെറേറ്റർ വിചാരിക്കുകയാണ് കേട്ടോ. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. ഓ, പാമ്പ് തിരിഞ്ഞ് മിററിനെ നോക്കണു എന്നൊക്കെ വിചാരിക്കുകയാണ് ശരിക്കും. എന്നിട്ട് റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടാവണം പാമ്പ്. ഐ ഡു നോട്ട് ക്ലെയിം ദറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. എൻ്റെ കയ്യിലുള്ള പാമ്പായിരിക്കില്ല ആദ്യമായിട്ട് മിറർ കാണുന്നുണ്ടാവുക അല്ലേ? ബട്ട് ഇറ്റ് വാസ് ഷുവർ ദറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പാമ്പ് ശരിക്കും മിററിലേക്ക് എന്നെ നോക്കണമെന്ന് പ്രോട്ടഗോണിസ്റ്റ് പറയണം. ഇറ്റ് വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. നമ്മളുടെ നെറേറ്ററിനെ പോലെ തന്നെ പാമ്പും ബ്യൂട്ടി അഡ്മയർ ചെയ്യണോ? വാസ് ഇറ്റ് ട്രൈങ് ടു മേക്ക് എനി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് എ മുസ്റ്റേക്ക്? അവനും എന്നെ പോലെ മീശ വളർത്തേണ്ട കാര്യത്തിനെ പറ്റിയിട്ടായിരിക്കുമോ മിറർ നോക്കി പറയണ്ടാവുക, വിചാരിക്കണ്ടാവുക? ഓർ യൂസിങ് ഐ ഷാഡോ. ഇതിൻ്റെ ജെൻഡർ ഏതാണെന്ന് എനിക്കറിയില്ലല്ലോ, ആണാണോ പെണ്ണാണോ എന്നറിയില്ലല്ലോ. അപ്പം മീശ വളർത്താനായിരിക്കും, അല്ലെങ്കിലോ ഐ ഷാഡോ ഇടാനായിരിക്കും, മസ്കാര ആയിരിക്കും ഇടുണ്ടാവുക, അല്ലെങ്കിലോ ഓർ വിയറിങ് എ വെർമിലിയൻ സ്പോട്ട് ഓൺ ദ ഫോർഹെഡ്. ചന്ദനക്കുറി പോലെ കുറി തൊടേണ്ട കാര്യം ആയിരിക്കും പാമ്പ് കണ്ണാടി നോക്കി ആലോചിക്കുന്നുണ്ടാവുക അല്ലേ? ഇതൊക്കെ ഒരു പരിഹാസ രൂപേണ പ്രോട്ടഗോണിസ്റ്റ് വിചാരിക്കണം. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ വാട്ട് ദ സെക്സ് ഓഫ് ദ സ്നേക്ക് വാസ്. പാമ്പ് എന്താ സെക്സ് എന്ന് എനിക്കറിഞ്ഞില്ല. മെയിലാണോ ഫീമെയിലാണോ, ആണാണോ പെണ്ണാണോ എന്നറിയില്ല. ഇറ്റ് വിൽ നെവർ നോ, ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ് സെൽഫ് മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്. പതുക്കെ എൻ്റെ കയ്യിൽ നിന്നും വൈൻഡിയ വെച്ച ചിറ്റി പണിയുക, അൺവൗണ്ട് വെച്ച ചിറ്റിൽ ഊരുക, അൺവൗണ്ട് ചെയ്തിട്ട് പതുക്കെ സ്ലിതർ ഇത് എഴഞ്ഞ് നീങ്ങി എൻ്റെ മടിയിൽ കയറി, അതിനുശേഷം ടേബിളിൻ്റെ മുകളിൽ കയറി മിററിൻ്റെ അടുത്തിരുന്നു. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസ് ക്വാർട്ടർ. കുറച്ച് മുമ്പേ നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ചെയ്ത പോലെ തൊട്ടടുത്തേക്ക് പോയില്ലേ മിററിലേക്ക്, അതുപോലെ ചിലപ്പോൾ അവനും അടുത്ത് പോയി എൻജോയ് ചെയ്യാനായിരിക്കണം മിററിൻ്റെ അടുത്തേക്ക് പോയി പാമ്പ്. ഐ വാസ് നോ മിയർ കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. കുറച്ച് മുമ്പേ ഞാൻ കല്ലും കൊണ്ടുണ്ടാക്കിയ പ്രതിമ പോലെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിച്ചു വന്നു. എനിക്ക് ജീവനും രക്തവും മജ്ജയും മാംസമൊക്കെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. കാരണം എൻ്റെ മേത്ത് നിന്ന് ആര് പോയി? പാമ്പ് പോയി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രെത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ ആൻഡ് ക്വയറ്റ്ലി വെൻറ്റ് ഔട്ട് ടു ദ ഡോർ ഇൻ ടു ദ വറാൻഡ. ഞാൻ ശ്വാസം പിടിച്ച് പതുക്കെ ഡോറിൻ്റെ അവിടെ വന്ന് വറാൻഡയിലേക്ക് ഓടി. അവിടുന്ന് ഒരൊറ്റ ചാട്ടം തൊടിയൊക്കെ ചാടി ഓടി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഈച്ച് ഓഫ് എസ് ഹ്യൂഡ് എ റിലീഫ്. അപ്പോൾ ബാക്കി ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സ്റ്റോറി കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. പാമ്പ് എന്ത് ചെയ്തു? ഞാൻ ഓടിയടാ പറയുമ്പോഴേക്കും ഹോഫ് പറഞ്ഞു എല്ലാ ഫ്രണ്ട്സും. ഓൾ ഓഫ് എസ് ലിറ്റ് ബീഡീസ്. എല്ലാവരും ബീഡി വലിച്ചു. സംബഡി ആസ്ക്, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? അപ്പോൾ ഡോക്ടർ, ഇപ്പം നിങ്ങളുടെ വൈഫ്, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവുമല്ലോ കാലങ്ങൾക്ക് ശേഷം, ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ വൈഫ്, ഫാറ്റാണോ ചോദിച്ചു. അപ്പോൾ നോ സെഡ് ദ ഡോക്ടർ.
ഗോഡ് വിൽഡ് അതർവൈസ്, ദൈവം മറിച്ചാണ് വിഷ് ചെയ്തിരിക്കുന്നത്. എന്താണ് ചിൽഡ്രൻ വിഷ് ചെയ്തിരിക്കുന്നത്? മീൻസ് മൈ കമ്പാനിയൻ വാസ് എ തിൻ റീഡി പേഴ്സൺ. ഞാൻ ആഗ്രഹിച്ചത് തടിച്ച സ്ത്രീയാണെങ്കിലും എൻ്റെ കല്യാണം നടന്നത് ഒരു മെലിഞ്ഞ ലേഡിയുമായിട്ടാണ്. വിത്ത് എ ഗിഫ്റ്റ് ഓഫ് സ്പ്രിൻറ്റർ, നന്നായിട്ട് ഓടാൻ കഴിവുള്ള ലേഡിയാണ്. സമ്മൺ എൽസ് ആസ്റ്റ്, വേറൊരു ഫ്രണ്ട് ചോദിച്ചു, ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? നിങ്ങൾ അവിടുന്ന് ഓടിയില്ലേ റൂമിൽ നിന്ന്, അപ്പോൾ നിങ്ങളുടെ പിന്നാലെ പാമ്പും വന്നോ? വേറൊരാൾ ചോദിച്ചു. ദ ഡോക്ടർ റിപ്ലൈഡ്, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച് ദ ഫ്രണ്ട്സ് ഹൗസ്. ഞാൻ തിരിഞ്ഞൊന്നും നോക്കിയില്ല, ഞാൻ ഓടി. എവിടേക്ക്? ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക്. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയേർഡ് ഓയിൽ. അവിടെ എത്തി, ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ട് മേത്തൊക്കെ എണ്ണ തേച്ച് ഞാൻ കുളിച്ചു. ടുക്ക് ബാത്ത്, ഫ്രഷ് ക്ലോത്തൊക്കെ ഇട്ടു. പിറ്റേ ദിവസം അറ്റ് അബൌട്ട് 8:30, 8:30 ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കുറച്ച് ആൾക്കാരെയും, ഫ്രണ്ട് ഓഫ് മൈൻ ആൻഡ് 1 or 2 others ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദെയർ. ഇനി ഞാൻ അവിടെ താമസിക്കില്ല പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടും കുറച്ച് ആൾക്കാരെയും കൊണ്ട് റൂമിലേക്ക് പോയി. ബട്ട് വി ഹാവ് ഫൗണ്ട് ദാറ്റ് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഒന്നും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല. ബിക്കോസ് സം തീഫ് ഹാവ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. വാതിലടയ്ക്കാണ്ടല്ലേ ഓടിയത്, കള്ളം വന്നിട്ട് കുറച്ച് സാധനങ്ങളും കൊണ്ടുപോയി തോന്നുന്നു. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. തുടച്ച് വൃത്തിയാക്കി വെച്ച പോലെ എല്ലാ സാധനം അടിച്ചു മാറ്റിപ്പോയി കള്ളൻ. ബട്ട് നോട്ട് റിയലി. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. പക്ഷെ എല്ലാം ഒന്നും കള്ളം കൊണ്ടുപോയിട്ടില്ല. ഒരു സാധനം അവിടെ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ വെച്ചിട്ട് പോയി. എന്ത് സാധനം അത്? ഫ്രണ്ട് വേഗം ചോദിക്കുകയാണ്. ദ ഡോക്ടർ സെറ്റ്, മൈ വെസ്റ്റ്. എൻ്റെ വെസ്റ്റ്, ആ ഡേർട്ടി വൺ, ഞാൻ നേരത്തെ പറഞ്ഞില്ല അത്രയൊന്നും വെളുത്ത നിറവില്ലാത്ത എൻ്റെ വെസ്റ്റ്, അതവിടെ വെച്ചിട്ട് പോയി. ദ ഫെല്ലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. ആ കള്ളന് നല്ല വൃത്തിയുള്ള കള്ളനാണ് കേട്ടോ. ദ ഡ്രാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. കുറച്ച് സോപ്പും വെള്ളമൊക്കെ ഇട്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ വെസ്റ്റ് നല്ല വൃത്തിയാവും കേട്ടോ. അത് കള്ളന് കൊണ്ടുപോയി തിരുമ്പി യൂസ് ചെയ്യാമായിരുന്നു. ഡോക്ടർ പറയണം. ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ? പിറ്റേ ദിവസം നമ്മൾ റൂമിൽ പോയപ്പോൾ ഡോക്ടർ കണ്ടോ പാമ്പിനെ? ദ ഡോക്ടർ ലാഫ്റ്റ്. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. ഇതുവരെ ഞാൻ പാമ്പിനെ കണ്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ ബൈ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. മതി മറന്നു പോയിട്ടുണ്ടാവണം പാമ്പ്. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞ് സ്റ്റോറി എൻഡ് ചെയ്യണം. മക്കൾ നോക്കൂ, ട്രാൻസ്ലേഷൻ നടന്നത് വി അബ്ദുള്ള എന്നുള്ള റൈറ്ററാണ്. എഴുതിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ. ഓക്കെ, താങ്ക് യു. അതിന് മുമ്പ് ഒന്നും കൂടി നമുക്ക് ഓടിച്ച് നോക്കാം. ക്യാരക്ടർ സ്കെച്ചിൻ്റെ അവിടേക്ക് ഇമ്പോർട്ടൻ്റ് ചെയ്ത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത് റിവിഷൻ ക്ലാസ്സസ് വരുമ്പോൾ ഒന്നും കൂടി സ്ട്രെസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.